കുറ്റ്യാടിയിലെ സ്നേഹത്തള്ളലിൽ കോൺഗ്രസ് വിശദീകരണം പൊളിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തി. പുതുയുഗ യാത്രാവേദിയിൽ പ്രസംഗിക്കാൻ വിളിക്കാതിരുന്നത് ഷാഫിയെ പ്രകോപിതനാക്കി. അവിടെ പ്രസംഗിക്കാൻ ഷാഫിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വികാരവിക്ഷോഭത്തിൽപ്പെട്ട് സ്വയം നിയന്ത്രണം പാലിക്കാതിരുന്നത് തെറ്റായിപ്പോയി. തിരക്കിനിടെ താൻ വേദിയിൽ വീണെന്ന പ്രചാരണം തെറ്റാണ്. സ്വയം നിയന്ത്രണം പാലിക്കൂ എന്ന് താൻ ഷാഫിയോട് പറഞ്ഞെന്നും KPCCയുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായിട്ടില്ല ഒരു ക്ഷോഭം ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞു യു ആർ ക്വൈറ്റ് യങ്. ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു യു മസ്റ്റ് കൺട്രോൾ യുവർ സെൽഫ്. ഞാൻ ഉപയോഗിച്ച് വാക്കാത് ഒരു വികാര വിക്ഷോഭമായിട്ട് മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ. അച്ചടക്ക ലംഘനം ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത്തരം വേദികളിലൊക്കെ തന്നെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ജാഗ്രത കാണിക്കണം. അത്രമേ ഉള്ളൂ. ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങളുമൊക്കെയായി. ലെവിനെ, സാധാരണ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വേദിയിൽ സാധാരണ ഇത്തരം തിക്കും തള്ളുമൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. അതുകൊണ്ട് അതിലൊരു അസ്വാഭാവികതയില്ല. അത് സ്വാഭാവികമാണ്. പ്രസംഗത്തിന് വിളിക്കുന്നതും വിളിക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കവും അതും സ്വാഭാവികമാണ്. ഇപ്പോൾ അത് നിഷേധിക്കുക എന്നതും രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. അങ്ങനെ ഒരു തർക്കം അവിടെ ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ മലയാള സാഹിത്യത്തിന്, മലയാളത്തിന് ഒരു പുതിയ വാക്ക് സംഭാവന ചെയ്തു DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. അതായത് സ്നേഹത്തള്ളൽ എന്നുള്ള ഒരു വാക്ക്. ഒരുപക്ഷെ സ്നേഹത്തള്ളൽ കൊണ്ടായിരിക്കും അത് ഇത്രത്തോളം ഇപ്പോഴും ആളുകൾ ചർച്ച ചെയ്യുന്നത്. ആ സ്നേഹത്തള്ളലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പക്ഷേ മുൻ KPCC പ്രസിഡന്റ് മറുപടി പറഞ്ഞതോടെ ഇതുവരെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു വന്ന മട്ടിലല്ല കാര്യങ്ങൾ നടന്നത്. അവിടെ ഒരു തർക്കമുണ്ടായിട്ടുണ്ട്. അവിടെ ഷാഫി പറമ്പിൽ ക്ഷുഭിതനായിട്ടുണ്ട്. ഷാഫിയോട് നിയന്ത്രിക്കാനായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം താഴെ വീണു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം നൽകുന്ന വിശദീകരണം അവിടെ ഒരു കസേരയിലേക്ക് ഇരുന്നു എന്നതാണ്. എന്തായാലും ആ തിക്കുമുട്ടലിനിടയ്ക്കാണ് അദ്ദേഹവും ആ കസേരയിലേക്ക് ഇരിക്കുന്നത്. കുറച്ച് പെട്ടെന്ന് അങ്ങ് ഇരിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് ഇനിയിപ്പോൾ തോന്നിയതാവാം വീണതാണ് എന്ന്. എന്തായാലും ഇത്രയും സംഭവങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തത വന്നിരിക്കുന്നു. എന്താണ് ഇക്കാര്യത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ നിലപാട്? അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് അത് വ്യക്തമാക്കിയത്? ഹർഷൻ, കോൺഗ്രസ് വേദികളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരമുള്ള സംഭവ വികാസങ്ങളൊക്കെ പുതുമയുള്ള കാര്യമല്ല. പല നേതാക്കളും മുൻപ് ജാഥകൾ നയിച്ചിട്ടുണ്ട്, പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അത്തരം പരിപാടികളിലൊക്കെ കസേരകൾക്കായും അല്ലെങ്കിൽ മൈക്കിന് പുറകിൽ നേതാവിനൊപ്പം നിൽക്കാനുമൊക്കെ ആയിട്ടുള്ള തിക്കും തിരക്കും പരിഭ്രാന്തിയും ഒക്കെ നമ്മൾ കണ്ടുപോയിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പുതുയുഗ യാത്ര സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് നയിച്ച് മുന്നോട്ട് വരുന്നതിനിടയിലുണ്ടായ ഒരു ആദ്യത്തെ കല്ലുകടി തന്നെയായിട്ടാണ് ഈ സംഭവം നമുക്ക് മുന്നിൽ കാണുന്നത്, നമുക്കെല്ലാം കാണാൻ കഴിഞ്ഞതുമെല്ലാം. കുറ്റ്യാടിയിലെ ആ വേദിയിൽ കഴിഞ്ഞ 11-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നാലെ തന്നെ അത് വലിയ വിവാദമായി മാറുന്നത് ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളൊക്കെ ഈ ചിത്രങ്ങളും അതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും പരിഹാസത്തോടുകൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തതോടുകൂടിയാണ്. പക്ഷേ അന്ന് വരെ നടത്തിയിരുന്ന വിശദീകരണങ്ങൾ UDF നേതാക്കൾ, പ്രത്യേകിച്ച് VD സതീശനും ഷാഫി പറമ്പിലും അടക്കമുള്ള നേതാക്കൾ അവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി നടത്തിയതോടുകൂടിയാണ് അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അതൊരു വിവാദം എന്നുള്ള നിലയിലേക്ക് മാറുന്നതും. പിന്നാലെ തന്നെ തൊട്ടടുത്ത ദിവസം DCC അധ്യക്ഷൻ തന്നെ സ്നേഹത്തള്ളൽ എന്നുള്ള വാക്കോടുകൂടി തന്നെ അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തിയതും നമ്മൾ കണ്ടതുമൊക്കെയാണ്. പക്ഷേ അത്തരത്തിൽ ആ നിലയിൽ പ്രവീൺ കുമാറിൻ്റെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ വാർത്താസമ്മേളനത്തിൽ വിശദമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ന്യായവാദങ്ങളൊക്കെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഈ ഒരു ജാഥയിൽ അച്ചടക്ക രാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ സാധാരണമായൊരു കാര്യമാണ്. അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ഹാൻഡിലുകൾ അത് പരിഹാസ രൂപേണ മന്ത്രിമാരടക്കമുള്ള ആളുകൾ ആ നിലയിൽ ചിത്രീകരിക്കുന്നത് ജാഥയെ അല്ലെങ്കിൽ അതിൻ്റെ ജാഥ ലക്ഷ്യങ്ങളെയൊക്കെ കളങ്കപ്പെടുത്താനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ ഉള്ള നിലയിലായിരുന്നു എന്നുള്ളതായിരുന്നു ആ പ്രതികരണം. പിന്നീട് ആ വിശദീകരണത്തിന് ശേഷം ആ വിഷയം അങ്ങ് അലിഞ്ഞില്ലാതാവുന്ന നിലയിലേക്ക് പോവുകയും അത് കൂടുതൽ ജാഗ്രതയോടുകൂടി കോൺഗ്രസ് മറ്റ് ജില്ലകളിലേക്കൊക്കെ ജാഥ അല്ലെങ്കിൽ UDF ജാഥ കടന്നപ്പോൾ അത് ശ്രദ്ധയോടുകൂടി വേദികളടക്കം കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. അതിനിടയിലാണ് ഇന്ന് മുല്ലപ്പള്ളിയുടേതായിട്ടുള്ള പ്രതികരണം വന്നത്. ആ പ്രശ്നത്തിൽ മുല്ലപ്പള്ളിയും ഒരു ഭാഗവാക്കായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹം വേദിയിൽ ആ നിയന്ത്രണം തെറ്റി വീഴാൻ തുടങ്ങി. മറ്റുള്ള ആളുകൾ സഹായിച്ചു. കസേരയിൽ പിടിച്ചിരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നായി. പക്ഷേ ആ പ്രശ്നത്തിനെല്ലാം കാരണം ഷാഫി പറമ്പിൽ, കോൺഗ്രസിലെ ഒരു യുവ നേതാവിനപ്പുറം ഒരു ക്രൗഡ് പുള്ളർ എന്നുള്ള നിലയിലേക്ക് ഷാഫി മാറിയിട്ടുണ്ട്. ഒട്ടേറെ ചെറുപ്പക്കാരെയും നേതാക്കളെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന വളർന്നു വരുന്ന കോൺഗ്രസിലെ ഒരു പ്രബലനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ഒരു സമയത്ത്
സമയത്ത് വികാര വിക്ഷോഭത്തിന്റെ അടിമപ്പെട്ട് പ്രവർത്തിച്ചതോ ആണെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. താൻ കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. തനിക്ക് കൂടി അതിൽ ബുദ്ധിമുട്ടുണ്ടായി. താൻ മുതിർന്ന നേതാവ് എന്നുള്ള നിലയിലും മറ്റും ഷാഫിയോട് ആത്മനിയന്ത്രണം പാലിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് ചേർന്ന അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന പെരുമാറ്റമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പറയുന്നത് ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ അന്ന് വരെ ഈ കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ നേതാവും ഒക്കെ ഉയർത്തിയ ന്യായവാദങ്ങൾ അവിടെ പൊളിഞ്ഞു വീഴുകയാണ്. വീണ്ടും ആ വിഷയം ഒരു ചർച്ചയിലേക്ക് എത്തുകയാണ്. അത് പരിഹസിക്കാൻ അല്ലെങ്കിൽ അതൊരു ചർച്ചാ വിഷയമായി ചൂണ്ടിക്കാണിച്ച് ഉയർത്തിക്കാട്ടാൻ മറ്റുള്ളവർക്ക് മരുന്ന് നൽകുകയാണ് ഈ സംഭവം എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഷാഫിയെ സംബന്ധിച്ചുകൊണ്ട് ഇത്തരമൊരു പ്രശ്നം നേരത്തെ നമുക്കറിയാം, മറ്റു പല വിഷയങ്ങളും ഷാഫിയുടെ പ്രതിച്ഛായയ്ക്ക് പോലും മങ്ങലേക്കുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്, നേരിയ തോതിലാണെങ്കിൽ പോലും. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടക്കുമ്പോൾ ഷാഫി ഒരുപക്ഷെ കോൺഗ്രസിന്റെ അധ്യക്ഷനാകാം, സംസ്ഥാന അധ്യക്ഷനാകാം എന്നുള്ള നിലയിലേക്കൊക്കെ ചർച്ചകൾ നടന്നു വരുമ്പോഴാണ് ഈ സംഭവം എന്നുള്ളതാണ് പ്രത്യേകമായി പറയേണ്ട കാര്യം. ഏതായാലും ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചുകൊണ്ട് ഇത്തരമൊരു വലിയ ഗൗരവതരമുള്ള പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലൊരു പ്രശ്നമല്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ അച്ചടക്കത്തെ സംബന്ധിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥയൊക്കെ സംബന്ധിച്ചുകൊണ്ട് തുടക്കത്തിലുണ്ടായ കല്ലുകടി അതേ ചുറ്റിപ്പറ്റി തന്നെ ചർച്ചകൾ ഇപ്പോഴും അവസാനിക്കാതെ തുടരാൻ ഈ സംഭവം കാരണമാകുന്നു എന്നുള്ള നിലയിൽ തന്നെയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഒരു വശത്ത് കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ ചൊല്ലി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ സ്നേഹത്തള്ളലാണ് നടന്നതെന്ന് പ്രവീൺ കുമാർ പറയുമ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ ആദ്യം ഈ വിഷയത്തോട് ഒരു എതിർപ്പ്, സ്നേഹത്തള്ളലാണെങ്കിലും തള്ളലാണെങ്കിലും അത് തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞത് തൃശ്ശൂരിലെത്തിയ കെ മുരളീധരനായിരുന്നു. അദ്ദേഹമാണ് ആദ്യം ഈ കാര്യത്തിൽ ഒരു എതിരഭിപ്രായം പ്രതിപക്ഷ നേതാവിൽ നിന്ന് വ്യത്യസ്തമായി പറഞ്ഞത്. അതൊരു അവമതിപ്പ് കോൺഗ്രസിനുള്ളിലുണ്ട് ഈ വിഷയത്തെ ചൊല്ലി എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു പ്രതികരണം. പക്ഷേ അത് ചുറ്റിപ്പറ്റി തുടർന്ന് സംസാരിക്കാൻ മറ്റാരും തയ്യാറായില്ല. പിന്നീടാണ് ഈ ദിവസങ്ങൾ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യം മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ അറിയിച്ചിട്ടുണ്ട്. ആ നിലയ്ക്കുള്ള ആലോചനകൾ കൂടി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ അദ്ദേഹം മത്സരിക്കാനുള്ള ആലോചന നടക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ്. KPCC പ്രസിഡന്റുമാർ, മുൻ KPCC പ്രസിഡന്റുമാർ മത്സരിക്കേണ്ടതുണ്ടോ, ഒരാൾക്ക് അവസരം കൊടുത്താൽ മറ്റുള്ളവർക്കും അവസരം കൊടുക്കേണ്ടതില്ലേ, അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ കൂടി കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തരമായി സംഭവിക്കുന്ന സമയത്ത് തന്നെയാണ് ഇതുകൂടി വരുന്നത് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഈ തുറന്നു പറച്ചിൽ ഇനി എന്തെല്ലാം തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും എന്നുകൂടി നമ്മൾ ആലോചിക്കണ്ടേ? തീർച്ചയായും അത് കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് അവർ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ പല നേതാക്കളും വിജയം മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് സംഘടന ഒന്നാകെ കടന്നു വരുമ്പോഴാണ് ഇങ്ങനെ MP ചിലർ മത്സരിക്കണമെന്നുള്ള താല്പര്യം അറിയിക്കുന്നു. മുതിർന്ന നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള ആളുകൾ മത്സരിക്കാനുള്ള സജ്ജരായെന്ന് എന്ന് പാർട്ടിയെയും നേതൃത്വത്തെയും ഒക്കെ അറിയിക്കുന്നു. അതിനിടയിലാണ് ഈ വിവാദം കൂടി ഒത്തുവരുന്നത്. അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്നേഹത്തള്ളൽ വിവാദത്തെ അദ്ദേഹം പറയുന്നത് താൻ ആരും തള്ളിയിട്ടാൽ വീഴാൻ തയ്യാറല്ല, തന്നെ ആരും തള്ളിയിടാനാകില്ല എന്ന് പറയുന്നതോടുകൂടി അക്കാര്യത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കുറച്ചുകൂടി സ്പഷ്ടമാവുകയാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്കും താല്പര്യമുണ്ട്, താൻ മത്സരിക്കാൻ തയ്യാറാണ്, മത്സരിച്ച് വിജയിക്കാനാകുമെന്നുള്ള ശുഭപ്രതീക്ഷയും അദ്ദേഹം വെച്ചു പുലർത്തുന്നു. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു തിരുത്തൽ ശക്തി എന്നുള്ള നിലയിൽ പല വിഷയങ്ങളിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ കോൺഗ്രസിനുള്ളിൽ ഇടപെട്ടിട്ടുള്ള ആളാണ്. അതിപ്പോഴും അത്തരത്തിലൊരാളുടെ സാന്നിധ്യം പാർട്ടിക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഭരണത്തിലേറുകയാണെങ്കിൽ സർക്കാരിന് ആവശ്യമുണ്ട്, അതിന് താൻ തയ്യാറാണ്. അത്തരത്തിലൊരു സ്ഥാനത്തേക്ക് തനിക്കും എത്തണമെന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. ഇത് ഈ വിവാദത്തിലൂടെ ഉദ്ദേശിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയം മുല്ലപ്പള്ളി രാമചന്ദ്രനെയോ ഷാഫി പറമ്പിലിനെയോ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ളതാണെങ്കിലും പ്രതിപക്ഷ നേതാവ് അതിനകത്ത് ന്യായവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർക്കാകെ വലിയൊരു നാണക്കേട് ഉണ്ടാക്കുന്നതാണ്. കാരണം ഒരു നേരത്തെ നമ്മൾ കണ്ടുവന്ന പതിവ് ശൈലി കോൺഗ്രസിന്റെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ഭരണം തുടർച്ചയായി 10 വർഷം പ്രതിപക്ഷത്തിരിക്കുന്നു, UDF പ്രതിപക്ഷത്തിരിക്കുന്നു. ഈ ഘട്ടത്തിലെങ്കിലും തങ്ങൾക്ക് തിരികെ അധികാരത്തിലേക്ക് എത്തണം. അത് UDFന്റെ താഴെ തട്ട് മുതലുള്ള പ്രവർത്തകരുടെ ആവശ്യമാണ്. അതിനുവേണ്ടി അവർ വലിയ തോതിൽ അധ്വാനം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണെങ്കിലും നേരിയ തോതിൽ ഉണ്ടാകുന്ന വിവാദങ്ങൾ പോലും നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം ഇത്തരത്തിലുള്ള ചെറിയ സംഘടനാ പോരായ്മകളും അച്ചടക്ക ലംഘനങ്ങളും ഒക്കെ തങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കും. അത് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര തലത്തിൽ തന്നെ ചർച്ചകൾ ഇതിനോടൊപ്പം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യത്തിലൊക്കെ നേതാക്കളോട് അണികൾക്കിടയിൽ വലിയ അവമതിപ്പും അമർഷവുമുണ്ട്. എങ്കിലും അവരൊരു ഈ വിവാദങ്ങളെ മറന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. റൈറ്റ്.
ലെവിൻ കെ വിജയനാണ് വിശദമായി ആ വാർത്തയുടെ സാഹചര്യം വിശദീകരിച്ചത്. എന്തായാലും സ്നേഹത്തള്ളൽ എന്നുള്ള രസകരമായ ഒരു വാക്ക് ഈ യാത്രയിലൂടെ മലയാളത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൽ പ്രവീൺ കുമാറിന് അഭിമാനിക്കാം.